തുറന്നു പറയാം. ഉത്തരമറിയാത്ത ചോദ്യങ്ങൾക്കും ഒതുക്കിവെച്ച ആശങ്കകൾക്കും വിരാമമായി തുറന്നു പറയാം എന്ന മനോഹരമായ ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ ചർച്ചയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഇടയനും കുഞ്ഞാടുകളും ഇന്നിൻ്റെ വെല്ലുവിളികളും പരിഹാരങ്ങളും എന്നുള്ള വിഷയമാണ്. ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുവാൻ നമ്മളോടൊപ്പം എത്തിയിരിക്കുന്ന പാനലിസ്റ്റിനെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. ഡോക്ടർ സജി KP, IBTS എന്ന മനോഹരമായ ബൈബിൾ കോളേജിൻ്റെ പ്രിൻസിപ്പൽ, അപ്പോൾ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാസ്റ്ററൽ കൗൺസിലിംഗ് എന്ന പ്രസ്ഥാനത്തിൻ്റെ ഡയറക്ടറും കൗൺസിലറുമായി സേവനമനുഷ്ഠിക്കുകയും കേരളമെമ്പാടും അറിയപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു കൗൺസിലറുമാണ്. ഇന്ന് ഈ പ്രത്യേകമായ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ നിസി അച്ച ജേക്കബ് സൈക്കോളജിസ്റ്റാണ്, റെമഡിയൽ എഡ്യൂക്കേറ്ററാണ്, മോട്ടിവേഷണൽ സ്പീക്കറാണ്. 2 ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. ഇന്ന് നമ്മളോടൊപ്പം ഈ പ്രോഗ്രാമിലേക്ക് വന്നതിൽ വളരെ സന്തോഷം. ഈ പ്രോഗ്രാമിലേക്ക് ഡോക്ടർ നിസി അച്ച ജേക്കബിനെ സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു പാനലിസ്റ്റായിട്ട് നമ്മളോടൊപ്പം ഇന്നുള്ളത് റെവറൻഡ് ഷൈജു ഞാറക്കൽ അവറുകളാണ്. ചർച്ച് ഓഫ് ഗോഡ് കൗൺസിൽ മെമ്പറും അപ്പോൾ തന്നെ ക്രെഡൻഷ്യൽ ബോർഡിൻ്റെ ഡയറക്ടറും പത്തനംതിട്ടയിലുള്ള ടൗൺ ചർച്ച് ഓഫ് ഗോഡിൻ്റെ സഭാ ശുശ്രൂഷകനും വിവിധമാർന്ന നിലയിൽ ഒരു റൈറ്റർ എന്ന നിലയിലും വ്യത്യസ്തമായ നിലയിൽ കർത്താവ് നാളുകൾ ഉപയോഗിക്കുന്ന കർത്താവിൻ്റെ ദാസനാണ്. പ്രത്യേകം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. റെവറൻഡ് മാത്യു വർഗീസ് എക്സൽ സ്കൂൾ ഓഫ് ചൈൽഡ് ഇവാഞ്ചലിസ്റ്റിൻ്റെ അക്കാഡമിക് ഡീനായിട്ടും അതുപോലെ തന്നെ ഹോളിസ്റ്റിക് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൽ വിവിധ സെമിനാറുകളിൽ ക്ലാസ്സുകൾ നയിക്കുന്ന അനുഗ്രഹീതനായ ഒരു ദൈവദാസനാണ്. പ്രിയ മാത്യു സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുവാൻ വേണ്ടി കേരളത്തിലെ വിവിധ സഭകളിൽ നിന്ന് ഇടയ ശുശ്രൂഷകൾ ചെയ്യുന്ന അനുഗ്രഹീതരായ ദൈവദാസന്മാരാണ് ഇന്ന് നമ്മളോടൊപ്പം ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. നിങ്ങളെ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ആദ്യത്തെ നമ്മുടെ ഈ പ്രോഗ്രാമിൽ നമ്മൾ ചർച്ച ചെയ്യുവാൻ വേണ്ടി പോകുന്നത് ഇടയ ശുശ്രൂഷയിൽ നമ്മൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഉള്ള പ്രവർത്തനം എത്രത്തോളം ആവശ്യമാണ്. ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് ആദ്യമൊന്ന് കേൾക്കാം. അത് ആവശ്യമാണോ എന്നുള്ളത് നമ്മളോട് സംസാരിക്കുവാനായിട്ട് പ്രിയ ഡോക്ടർ സജി KP സാറിനെ പ്രാരംഭത്തിൽ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സാർ. നമ്മളിന്ന് വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നതിൽ എന്ന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ഇടയിലെ ശുശ്രൂഷയുടെ ഒരു പ്രാധാന്യതയും അതിൻ്റെ ആവശ്യകതയും വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ കുഞ്ഞുങ്ങളെ ദൈവോന്മുഖമായി രൂപപ്പെടുത്തേണ്ട ആവശ്യകത നമ്മൾ കാണുന്നുണ്ട്. ഇസ്രായേൽ മക്കളോട് കർത്താവ് പറഞ്ഞത് ആവർത്തനം 6:6 അവർ കിടക്കുമ്പോഴും അവരെഴുന്നേൽക്കുമ്പോഴും അവർ വഴി നടക്കുമ്പോഴും അവർ വീട്ടിലിരിക്കുമ്പോഴും നിങ്ങൾ അവരോട് ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. എന്ന് വെച്ചാൽ ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ കൊച്ചുങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്ത് ദൈവവചനത്തിൽ അങ്ങ് അടിയുറച്ച് വളരാൻ ഒരു മുഖാന്തരമാക്കണം എന്നുള്ളതാണ്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ വേദപുസ്തകത്തിൽ ഇപ്പം യേശു കർത്താവിനെ എല്ലാ കാര്യത്തിനും മാതൃകയാക്കുന്ന കൂട്ടത്തിൽ കുഞ്ഞുങ്ങളോടുള്ള ശുശ്രൂഷയിലും യേശു കർത്താവിനെ നമുക്ക് മാതൃകയാക്കാം. അതിൻ്റെ ഒരു കാരണം കർത്താവിനെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കർത്താവിൻ്റെ അടുക്കൽ പിള്ളേർ വരുമെന്ന് വെച്ചാൽ അങ്ങ് വന്ന് ചിലപ്പോൾ ശിഷ്യന്മാർ തന്നെ ഇതൊരു ഡിസ്റ്റർബൻസ് ആണല്ലോ എന്ന് പറയുന്ന രീതിയിൽ അങ്ങ് അപ്പോൾ എന്ന് വെച്ചാൽ കർത്താവിൻ്റെ സമീപനങ്ങളും കർത്താവിൻ്റെ സംഭാഷണങ്ങളും ഇതൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുപോലെ കുട്ടികളെ സ്നേഹിച്ച ആ മാതൃക ഭയങ്കര ഒരു പ്രത്യേകതയാണ്. നമ്മുടെ രാജ്യത്ത് 480 മില്യൺ കുട്ടികളുണ്ടെന്ന് പറഞ്ഞു. ആ കുട്ടികളിലെ ചില സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് 44% കുട്ടികൾക്കും അവരുടെ വളർച്ചയിൽ കിട്ടേണ്ടിയ പലതും കിട്ടുന്നില്ല. പ്രത്യേകിച്ച് അവരുടെ വൈകാരിക വളർച്ചയ്ക്ക്, അവരുടെ സാമൂഹ്യ വളർച്ചയ്ക്ക്, ബന്ധങ്ങളിലുള്ള പക്വതയ്ക്ക് ഇതിനൊന്നും ഒരു അവസരം കിട്ടാതെ പോകുന്ന ആളുകളാണ് നല്ലൊരു പങ്കും. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചർച്ചകളിലും എല്ലാ ചർച്ചകളും നോക്കിയാലും ബിലീവേഴ്സിൻ്റെ നമ്പർ എടുത്താലും ഒരു 30% ആളുകൾ കുട്ടികളാണ്. നമ്മളിന്ന് കാണുന്ന ചില രാജ്യങ്ങളിലൊക്കെ പണ്ടുണ്ടായിരുന്ന വലിയ ചർച്ചുകൾ ഇന്ന് ആളില്ലാതെ പോയെന്നും അത് പല പ്രസ്ഥാനങ്ങൾക്കും വിറ്റുവെന്നും ഒക്കെ വാർത്തകൾ കേൾക്കുമ്പോൾ
അതിൻ്റെ പുറകിലെ ഒരു പശ്ചാത്തലം പറഞ്ഞാൽ എവിടെയൊക്കെയോ വെച്ച് ഒരു തലമുറയ്ക്ക് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യത്തക്ക മൂല്യങ്ങൾ, ആ കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യത്തക്ക ഒരു ബേർഡൻ, ആ ഒരു പാഷൻ ഇല്ലാതെ പോയി. അപ്പം വളർന്നു വന്ന ഒരു തലമുറയ്ക്ക് ആത്മീയത എന്നുള്ളത് പ്രയോറിറ്റി അല്ലാതായി. അത് നമ്മുടെ സഭകളിൽ സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ തലമുറകളെക്കുറിച്ച്, അവരുടെ ഇടയിലുള്ള ശുശ്രൂഷകളെക്കുറിച്ച് കാര്യമായി നാം ചർച്ച ചെയ്തേ പറ്റൂ. അവരുടെ ബൈബിൾ നോളജ്, അവർക്ക് ദൈവത്തോടുള്ള സമീപനം, ആത്മീയത അവർ മനസ്സിലാക്കുന്ന രീതി, ആത്മീയതയിലുള്ള നിലപാടുകൾ, ഇവയൊക്കെ കൃത്യമായ അവബോധത്തോടെ അടുക്കും ചിട്ടയോടും കൈകാര്യം ചെയ്യുന്ന ഒരു സമീപനം സഭകളിലും സൺഡേ സ്കൂളിലും പാസ്റ്റർമാരിലും മാതാപിതാക്കളിലും പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലും ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ സഭകൾക്ക് വലിയ അപജയമായിരിക്കും സംഭവിക്കുക. അതൊരിക്കലും ഉണ്ടാകരുത്. തീർച്ചയായിട്ടും വളരെ നല്ല ഒരു ചിന്തയാണ് ആമുഖമായിട്ട് പ്രിയ സജി സാർ നമ്മളോട് സംസാരിച്ചത്. ഇത് സംസാരിച്ചപ്പോൾ നമ്മളിൽ എല്ലാവർക്കും ഓരോ ചോദ്യങ്ങളുണ്ടാകും. ആ ചോദ്യങ്ങൾ ചോദിക്കാനും ഈ പാനലിസ്റ്റിൽ നിന്ന് കേൾക്കുവാനുമുള്ള ഒരു സമയമാണ്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ കുമ്മനാട് സെൻട്രൽ സെക്രട്ടറി ആയിട്ട് സേവനമനുഷ്ഠിക്കുന്ന പ്രിയ പാസ്റ്റർ ബ്ലസൻ കുഴിക്കാല, അദ്ദേഹം നമ്മളോടൊപ്പമായിരിക്കുന്നു. അദ്ദേഹമാണ് ആദ്യത്തെ ചോദ്യം ഈ പാനലിസ്റ്റിനോട് ചോദിക്കുന്നത്. പാസ്റ്റർ ബ്ലസൻ കുഴിക്കാല. പെന്തക്കോസ്തിൻ്റെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സമ്പത്താണ് തലമുറകൾ എന്നുള്ളത്. ആ തലമുറകളെ ചേർത്ത് പിടിക്കുവാൻ നമ്മുടെ സഭയും നമ്മുടെ ഇടയന്മാരും സഭാ ലീഡേഴ്സും എക്കാലത്തും ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ സഭയുടെ അല്ലെങ്കിൽ പെന്തക്കോസ്ത് സമൂഹത്തിൻ്റെ 3-ാം തലമുറയും 4-ാം തലമുറയും ഒക്കെയായി നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ യുവതലമുറയുടെ ആത്മീയ നിലവാരത്തിന് വലിയ മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിൽ സംശയമില്ല. നമുക്കതിനെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നിരവധി ഘടകങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. അതെല്ലാം ഒരു പരിധിവരെ നമ്മുടെ യുവജനങ്ങളെ ഒരു പുറകോട്ട് വലിക്കുന്ന ആത്മീയ നിലവാരത്തിൽ നിന്ന് ആത്മീയ കൂട്ടായ്മകളോട്, ആത്മീയ ശുശ്രൂഷകളോട്, ദൈവിക കാര്യങ്ങളോടൊക്കെ യാതൊരു ബന്ധവുമില്ലാതാക്കുന്ന നിരവധി ഘടകങ്ങൾ അവരെ വല്ലാണ്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം, ആ കാര്യങ്ങൾക്ക് അതിൽ നിന്ന് അവരെ പുറത്തോട്ട് കൊണ്ടുവരുവാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും, ഏതെല്ലാം വിഷയങ്ങളിലാണ് അവർ വീണുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാൻ സാധിക്കുമോ? അതിനെക്കുറിച്ച് നിങ്ങളുടെ ഭാഗത്തുനിന്നൊരു മറുപടി തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു. ഈ പല ക്ലാസ്സുകൾക്കൊക്കെ ഈ കുട്ടികളെ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ വ്യക്തിപരമായി കണ്ടിട്ടുള്ളൊരു ചാലഞ്ച്, ഇപ്പോൾ ചില ബൈബിൾ സ്റ്റോറീസ് ഞാൻ ഈ കഴിഞ്ഞ ഓണത്തിൻ്റെ അവധിക്ക് ഇങ്ങനെ ഒരു മീറ്റിങ്ങിൽ വെച്ചിങ്ങനെ ദാവീദ്, നമുക്കറിയാവുന്ന ദാവീദ് ഭയങ്കര സങ്കീർത്തനം എഴുതിയ ക്ഷമയുടെ സഹനത്തിൻ്റെ സിമ്പലായ ദാവീദാണ്. പക്ഷെ ഒരു ദിവസം ദാവീദ് വാളൊക്കെ എടുത്ത് വാടാ എല്ലാവരെയും, ആ വീട്ടിലെ എല്ലാവരെയും നമുക്ക് വെട്ടിക്കൊല്ലാം എന്നൊക്കെ പറഞ്ഞ് പോയ ഒരു രംഗം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആരെ കൊല്ലാനാണ്, ഏത് വീട്ടുകാരെ കൊല്ലാനാണ് പോയെന്ന് ചോദിച്ചാൽ ഒരു കുട്ടികൾക്കത് പറയാൻ കഴിഞ്ഞില്ല. ഇപ്പം നാബാൽ എന്ന് പറയുന്ന ഒരു സ്റ്റോറി അത് കുട്ടികളുടെ മനസ്സിനകത്തില്ല എന്നുള്ളത് ഒരു സർപ്രൈസ് ആയിരുന്നു. വാസ്തവത്തിൽ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് ഒട്ടുമിക്ക ബൈബിളിലെ കാര്യങ്ങൾ അറിയാമെന്നാണ്. പക്ഷേ അത് ഒരു തെറ്റായ ചിന്തയാണെന്ന് ഞെട്ടലോടെയാണ് വാസ്തവത്തിൽ ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് പലതവണ ചിന്തിക്കുകയുണ്ടായത്. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ബൈബിൾ നോളജ് പോറാവുന്നതിൻ്റെ ഒരു കാരണം വീടുകളിലെ കുടുംബ പ്രാർത്ഥനയിൽ ഒരുപക്ഷെ നന്നായിട്ട് ബൈബിൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ഇൻറ്റൻഷണൽ ഫോർമേഷൻ നടക്കുന്നില്ലായിരിക്കാം ഒരുപക്ഷെ. രണ്ടാമത് എനിക്ക് തോന്നിയൊരു ചാലഞ്ച്, ആത്മീയ കാഴ്ചപ്പാടുകളെ സംബന്ധിച്ച് ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. പാപം ചെയ്യുക, തെറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്ന പല കാര്യങ്ങളും, പ്രത്യേകിച്ച് ഒരു കൗൺസിലിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പം നമ്മുടെ അടുക്കൽ വരുന്ന എല്ലാവരും തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിലകപ്പെട്ട്, അപ്പം ഒരു കുറ്റബോധവുമില്ലാതെ, ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഒരു ജനറേഷനും നമ്മൾ വിചാരിക്കുന്ന ഏറ്റവും മാരകമായത് എന്നൊക്കെ പറയുന്ന കുറച്ച് പാപത്തിൻ്റെ ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങൾ, ഇത് സ്ഥിരമായിട്ട് ചെയ്യുമ്പോഴും അതിനകത്തൊരു കുറ്റബോധം ഇല്ലാതെ പോകുന്ന ഒരു പശ്ചാത്തലം എന്തുകൊണ്ട് വന്നു? മാധ്യമങ്ങളെ വേണമെങ്കിൽ നമുക്ക് പഴിക്കാം. കൊച്ചു ചെറുപ്പം തൊട്ടേ അവരുടെ ബ്രെയിനിനെ ഫോം ചെയ്യുന്ന കണ്ടൻറ്റ്, സോഫ്റ്റ് കണ്ടൻറ്റിനെ നമുക്ക് പഴിക്കാം, അല്ലെങ്കിൽ അവരുടെ കൂട്ടുകെട്ടിനെ നമുക്ക് പഴിക്കാം. ഇതൊക്കെ ഒരു ഭാഗത്ത് നമ്മൾ പറയുമ്പോൾ തന്നെ അതിനെന്ത് പരിഹാരമെന്ന് ഒരു ബൈബിൾ ഓറിയൻറ്റഡായി ചിന്തിക്കേണ്ട ഒരു ആവശ്യകതയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. താങ്ക് യു ഡോക്ടർ സജി സാറ്. ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ക്ലിയർ ആയിട്ടുള്ളൊരു ഉത്തരം നമുക്ക് നൽകി തന്നിട്ടുണ്ട്. തുടർന്ന്
ഒത്തിരി ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ കുട്ടികളെ ഇന്നത്തെ തലമുറയെ വേണ്ട വിധത്തിൽ അവരെ നയിക്കുവാൻ വേണ്ട അതുമായി ബന്ധപ്പെട്ട് ഒത്തിരി ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. തീർച്ചയായും അടുത്തതായിട്ട് പാസ്റ്റർ മാത്യു വർഗീസ് അവറുകളാണ് ചോദ്യം ചോദിക്കുന്നത്. മുട്ടുമൺ AG സഭയുടെ ശുശ്രൂഷകനാണ് പാസ്റ്റർ മാത്യു വർഗീസ്. സാറേ, ഈ ഫസ്റ്റ് എപ്പിസോഡിലെ ആത്മീയ കുടുംബത്തെ മേയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരു 50-60 വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ പാസ്റ്ററായാലും വിശ്വാസികളായാലും പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ കേൾക്കുമായിരുന്നു, ദർശനമുണ്ടായിരുന്നു. ഇപ്പോൾ അവർക്ക് ഒത്തിരി മങ്ങലുണ്ടായി. ഇപ്പോഴത്തെ മാധ്യമങ്ങൾ പോലെ അല്ല, ഇൻ്റർനെറ്റ്, വാട്സപ്പ്, ഫേസ്ബുക്ക് ഇത്യാദി കാര്യങ്ങൾ നമ്മൾ ആത്മീയ കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്താലും സൺഡേയിലോ മറ്റുള്ള മീറ്റിൽ പറഞ്ഞാൽ തന്നെ അവർ അന്നേരം കേൾക്കും, പിന്നെ അവർ പുറത്തു പോയി വേറെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. നമ്മളതിനുവേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നു. പക്ഷേ ആത്മീയ നിലവാരം വേണ്ടും പോലെ നമുക്ക് എത്തുന്നില്ല. അതിനുള്ള പരിഹാരം പറയാമെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമായിരിക്കും. ഡോക്ടർ നിസി ജേക്കബ് എനിക്ക് തോന്നുന്നു ആ വിഷയത്തെക്കുറിച്ച് നമ്മളോട് അഡ്രസ്സ് ചെയ്യും. ഡോക്ടർ നിസി ജേക്കബ്. വളരെ ഒരു പ്രാധാന്യം ഉള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കാര്യം ഇന്നത്തെ കുഞ്ഞുങ്ങൾ നമ്മൾ ഓരോ ദിവസവും കാണുമ്പോൾ അവരുടെ മെയിൻ ഒരു ചോദ്യം, ഞങ്ങൾ ഞായറാഴ്ച കേൾക്കുന്ന പ്രസംഗം പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ കാണുന്നില്ല, അല്ലെങ്കിൽ ശരിക്കുമുള്ള ഒരു ആത്മീയത എന്തെന്നുള്ളൊരു ചോദ്യം അവരുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ ആത്മീയത ഇതൊക്കെയാണോ എന്നുള്ളൊരു ചോദ്യം എപ്പോഴും കുഞ്ഞുങ്ങളെ ചിന്തിപ്പിക്കുന്നു. ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പണ്ടത്തെ കാലത്ത് ഉവ്വ അച്ഛ ഉവ്വ അമ്മ എന്ന് പറഞ്ഞ് നമ്മൾ അതേപടി എടുക്കുന്ന സ്ഥാനത്ത് ഇന്നത്തെ കുഞ്ഞുങ്ങൾ ചിന്തിക്കുകയും അതിന് ബോൾഡായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയും അത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യം അവർ ഓപ്പണായിട്ട് നമ്മളോട് ചോദിച്ചറിഞ്ഞ് അവർക്ക് തൃപ്തിയാവുന്നതിൽ മാത്രം നിലനിൽക്കാൻ താല്പര്യമുള്ളൊരു ജനറേഷനാണ്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് അവരോട് ഇടപെടാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താണ് യഥാർത്ഥ ആത്മീയത എന്ന് നമ്മുടെ ജീവിതം കൊണ്ടും ഉപദേശം ഒരേപോലെ നമുക്ക് അവർക്ക് വരച്ചു കാട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്നത്തെ കുഞ്ഞുങ്ങൾ അവർക്കതൊരു പ്രസക്തി ഇല്ലാതായിപ്പോൾ. ഈ ആത്മീയത നമ്മൾ പറയുന്നതിനകത്ത് ഈ ഒരു പരാജയം മറ്റുള്ളവരുടെ ജീവിതത്തിൽ കാണുമ്പോൾ, അല്ലെങ്കിൽ പറയുന്നവരുടെ ജീവിതത്തിൽ കാണുമ്പോൾ അവർക്കത് ഒട്ടും അംഗീകരിക്കാൻ പറ്റാതായി പോന്നു. അപ്പോൾ ഒന്ന് നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് അത് വരച്ച് കാണിക്കുക ഈ പറയുന്നതിനകത്ത്. അപ്പോൾ ഈ ഒരു പത്യോപദേശത്തിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പ്രിയ സജി സാർ ആദ്യം പറഞ്ഞ പോലെ ആ ഡ്യൂട്രോണമി അല്ലെങ്കിൽ ആവർത്തനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളോട് ഒരു നാളെ കുഞ്ഞുങ്ങൾ ചോദിക്കും എന്താണ് കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്നുള്ളത്. അതിനകത്ത് തന്നെ ഒരു പ്രോസസ്സ് വ്യക്തമാണ്. ആദ്യം നിങ്ങൾ പറയേണ്ടത്, ഞങ്ങളൊരു അടിമത്തത്തിലായിരുന്നു, ആ അടിമത്തത്തിൽ നിന്ന് കടന്നു വന്ന വഴികൾ നിങ്ങൾ അവരോട് പറയുന്നതിനൊപ്പം നടത്തിയ ദൈവത്തിങ്കിലേക്ക്, അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെയും രക്ഷിച്ച ദൈവത്തെ കാണിച്ചു കൊടുക്കുന്നതിനൊപ്പം കടന്നു വന്ന വഴികളും അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. അതിനോടൊപ്പം പറയാണ്, നമുക്ക് എല്ലായ്പ്പോഴും നന്നായിരിക്കേണ്ടതിന് അവിടെ നമ്മൾ എന്നുള്ളൊരു കോമൺ ഫാക്ടറിലേക്ക് വരികയാണ്. നിങ്ങളും ഞങ്ങളെയും ഒരുപോലെ രക്ഷിക്കുന്ന ആ ദൈവത്തിലേക്ക് പോയിൻ്റ് ചെയ്തുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളെ ഉപദേശിക്കുമ്പോഴും നമ്മുടെ ജീവിതം കൊണ്ട് അത് കാണിച്ചു കൊടുക്കുമ്പോൾ അത് നമ്മൾ പറയുന്നതിന് ഒരു പ്രസക്തിയാവുകയും അവർക്ക് അതിനകത്തൊരു അർത്ഥമുണ്ട്, മൂല്യമുണ്ട്, ഇതാണ് ജീവിതങ്ങളെ ശരിക്കും ട്രാൻസ്ഫോം ചെയ്യുന്നത്, ഇതിലാണ് എന്തെങ്കിലും പ്രസക്തിയുള്ളതെന്ന് അവർ തിരിച്ചറിയും, അതിലേക്ക് അവർ ആകർഷിതരാകുകയും ചെയ്യുന്നതാണ്. ഷൈജു ഞാറക്കൽ പാസ്റ്റർക്ക് എന്തെങ്കിലും അതിനോട് ആഡ് ചെയ്യാനായിട്ട്? ഏറ്റവും പ്രധാനമായിട്ട് ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് പറയാനുള്ളത്, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആകുക എന്നുള്ളതാണ്. അവരുമായിട്ട് നമ്മൾ സൗഹൃദം പുലർത്താൻ തയ്യാറായി തീർന്നാൽ അവരുടെ മനസ്സിലുള്ളത് എന്ത് ചെയ്യും, നമ്മോട് പറയും. ഇപ്പം ഞാനൊരു പാസ്റ്റർ എന്നുള്ള നിലയ്ക്ക് എല്ലാ ഞായറാഴ്ചകളിലും എൻ്റെ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളിൽ പലതും കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതായിരുന്നു എൻ്റെ ധാരണ. പക്ഷേ ഞാൻ കുഞ്ഞുങ്ങളോട് കൂടുതൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ, സൺഡേ സ്കൂളിൽ പോയിരുന്ന് അവരുമായിട്ട് കൂടുതൽ കുറച്ചുകൂടെ അടുക്കാൻ തുടങ്ങിയപ്പം പാസ്റ്ററുകൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ ചിലതിൻ്റെ ക്ലാരിഫിക്കേഷൻസൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, അവർ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരുമായിട്ട് കുറച്ചുകൂടെ അടുത്താൽ അവരുടെ മനസ്സിലുള്ളത് നമ്മളെ ഒരു ഫ്രണ്ടായിട്ട്, ഒരു സ്നേഹിതനായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ കുഞ്ഞുങ്ങൾ നമ്മളോട് പറയുന്ന കാര്യം മറ്റൊരാൾ അറിയാതിരിക്കാൻ എന്ത് ചെയ്യുക, ശ്രമിക്കുക എന്നുള്ളതാണ്. അവരുടെ ഏറ്റവും വലിയ ഭയം അതാണ്. അവരുടെ ആശങ്കകളോ ആകുലതകളോ ആത്മീയ വിഷയമോ അല്ലെങ്കിൽ അവർക്ക് സംഭവിച്ച ഒരു പരാജയമോ നമ്മളോട് വന്ന് പറയുമ്പം നമ്മളത് പുറത്ത് പറയുന്നില്ല എന്നൊരു ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ കൂടുതൽ പറയാൻ അവർക്ക് എന്ത് ചെയ്യും, അതൊരു പ്രാപ്തമാകും. അതുകൊണ്ട് സഭയിലെ കുട്ടികളോടും അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ ഏറ്റവും അധികം ഒരു പാസ്റ്റർക്ക് ചെയ്യാൻ കഴിയുന്നത് ഏറ്റവും അവരുമായിട്ട് എന്ത് ചെയ്യുക, ഫ്രണ്ട്ലി ആയിട്ട് പോകുക. അപ്പോൾ അവർ നമ്മളോട് കൂടുതൽ അടുക്കാനിടയാവും. പല സമയങ്ങളിൽ നമുക്ക് വരുന്ന ഒരു വലിയ പ്രശ്നം, കുഞ്ഞുങ്ങളോടൊപ്പം നമുക്ക്
അവരുടെ അതൊരു നീഡാണെന്ന് പലപ്പോഴും മനസ്സിലാക്കാതെ പോകുന്നൊരു പ്രശ്നം. അതാണ് ഏറ്റവും വലിയ വിഷയം. ഇപ്പോൾ അവർക്ക് എല്ലാം ഉണ്ട്, അവർ നമ്മളോട് പറയും ഇത് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ആവശ്യകതയില്ല എന്നൊരു ബോധ്യത എന്ത് ചെയ്യും ചിലപ്പോൾ നമുക്ക് തോന്നും. നമ്മൾ ഓർക്കുന്ന നമ്മളെ സഭയിൽ നടത്തുന്ന ഒരു വലിയ പ്രസംഗത്തിൻ്റെ അകത്ത് ഇവർക്കെല്ലാം മനസ്സിലാകും എന്നുള്ള ധാരണയാണ്. അതിൽ കുറച്ചൊക്കെ അവർക്ക് ഗ്രഹിക്കുന്നുള്ളൂ, കുറച്ചൊക്കെ അവർക്ക് മനസ്സിലാകുന്നുള്ളൂ. ഇടയ്ക്ക് അവർ വേറെ പരിമിതിയിൽ പോകും. ഇവിടുന്ന് സഭായോഗം കഴിഞ്ഞ് ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും പിന്നെ ചെല്ലുന്ന അവരുടെ സ്കൂളിൽ ചെല്ലുമ്പം അവർക്ക് കിട്ടുന്ന കൂട്ടുകാർ വേറെയാണ്. അതവരെ ബ്രെയിൻ വാഷ് ചെയ്യുമ്പോൾ അതിനെ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന എല്ലാ ദിവസവും മാതാവിനോ പിതാവിനോ ഈ കുട്ടികളോട് ഒരു ബന്ധമുണ്ടെങ്കിൽ അന്ന് സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യും, കുഞ്ഞുങ്ങൾ വന്ന് സ്കൂളിൽ വന്നിരുമ്പം മാതാപിതാക്കളോട് പറയും. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് തിരുത്താൻ പറ്റുന്നിടത്ത് തിരുത്താൻ പറ്റും, നമുക്ക് മറുപടി പറഞ്ഞു കൊടുക്കുന്നിടത്ത് മറുപടി പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതാണ് ഇതിലെ കുഞ്ഞുങ്ങളെ ആത്മീയത്തിലേക്ക് നയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത്. അതല്ലാതെ ഈ പ്രസംഗം കൊണ്ട് അതിലേക്ക് അത്രയും അവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇതുമായിട്ട് മറ്റെന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരമുണ്ട്. കുര്യാക്കോസ് പാസ്റ്റർ, നമ്മുടെ കുര്യാക്കോസ് പാസ്റ്റർക്ക് മയക്കുന്നു ഒന്ന് മാറാം. ഓക്കെ, ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൻ്റെ മുൻപിൽ ഒരു സംശയം ചോദിക്കാനുള്ളത്, നമ്മുടെ ഈ ലോക്കൽ ചർച്ചുകളെന്ന് പറയുന്നത് ന്യായമായിട്ട് പ്രായമുള്ളവരും കുഞ്ഞുങ്ങളും അടങ്ങുന്നതാണ്. അപ്പോൾ പല സ്ഥലങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളൊരു കാര്യമുണ്ട്, കുഞ്ഞുങ്ങളോട് പാസ്റ്റർമാർ കൂടുതൽ മിങ്കിൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ കൂടുതൽ മിങ്കിൾ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളെ നമ്മൾ കൂടുതൽ സ്വാധീനിക്കുമ്പോൾ പ്രായമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് വലിയ പ്രശ്നമായിട്ട് വരുന്നുണ്ട്. പാസ്റ്റർ വന്നിട്ടുണ്ട്, കുഞ്ഞുങ്ങളുമായിട്ടാണ് പുള്ളിയുടെ കൂടുതൽ ബന്ധങ്ങൾ, പ്രായമുള്ളവരെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് സഭകൾക്കകത്ത് വേറൊരു തലത്തിലുള്ളൊരു പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തോടുള്ള ബന്ധത്തിൽ ഈ കുഞ്ഞുങ്ങളോട് പാസ്റ്റർമാർ കൂടുതൽ ചേർന്ന് നിൽക്കുകയും അവരെ സ്വാധീനിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഈ രക്ഷകർത്താക്കളെ കൂടെ അത് ബോധ്യപ്പെടുത്താനായിട്ട് എങ്ങനെ സാധിക്കും? സജി സാറ് എൻ്റെ ഒരു മറുപടി. എനിക്ക് തോന്നുന്നത് അതിനകത്തൊരു ബാലൻസ്, എനിക്ക് തോന്നുന്ന ഒരു ജനറേഷൻ്റെ ഒരു പ്രത്യേകത എപ്പോഴും നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. അതിപ്പം പാട്ടുകൾ ചർച്ചിൽ സെലക്ട് ചെയ്താലും യൂത്തിന് ഇഷ്ടമുള്ളതായിരിക്കത്തില്ല മറ്റൊരു ജനറേഷൻ ഇഷ്ടമുള്ളത്. പ്രായമുള്ളവരോട് കൂടുതൽ ഇടപഴകുന്നവരെ ചിലപ്പം കുഞ്ഞുങ്ങളും ഞങ്ങളെ അവഗണിക്കുന്നു. അപ്പം എനിക്ക് തോന്നുന്നു അതിനകത്തൊരു പാസ്റ്റർ എന്ന നിലയിൽ നമുക്കൊരു ബാലൻസ് സ്ട്രൈക്ക് ചെയ്യാമെന്നുള്ളതാണ്. കുട്ടികളോട് നന്നായിട്ട് ഇടപഴകുന്നത് പ്രായമുള്ളവർക്ക് ബുദ്ധിമുട്ടല്ല, പക്ഷേ പ്രായമുള്ളവരോട് ഇടപഴകുന്നതിന് പകരം കുട്ടികളോട് ഇടപെട്ടാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായേക്കാം. രണ്ട്, ഒരു കുട്ടികൾ ആഗ്രഹിക്കുന്ന കുറേ കളിച്ചിരികളുണ്ട്, അതിലൊരു പരിധിക്ക് അപ്പുറത്തേക്ക് പാസ്റ്ററും കൂടെ കയറി കഴിയുമ്പോൾ ചിലപ്പം അതൊരു റിസ്ക് ആയേക്കാം. അവരുടെ കൂടെ കളിക്കാൻ പോകുന്നതിനൊരു പക്ഷേ പ്രശ്നമില്ലായിരിക്കാം, പക്ഷേ അവരുടെ കൂടെ പാസ്റ്റർ സ്ഥിരമായിട്ട് കളിക്കാൻ പോവുകയും അവരിൽ ഒരാളായി മാറുന്നുവെന്ന് മുതിർന്നവർക്ക് തോന്നുകയും ചെയ്യുന്നത് ചിലപ്പോൾ ആ ബാലൻസ് തെറ്റിക്കുന്നതാകാം. എനിക്ക് തോന്നുന്നു അതിനകത്ത് ഒരു പാസ്റ്റർമാരെന്ന നിലയിൽ നമ്മളൊക്കെ അതിലെ ഒരു ബാലൻസ് പിടിക്കുക എന്നുള്ളതാണ് എനിക്ക് അതിനകത്ത് തോന്നിയിട്ടുള്ളത്. നമുക്ക് നല്ല ചോദ്യങ്ങളാണ് കുര്യാക്കോസ് പാസ്റ്റർ ചോദിച്ചത്. നമുക്ക് ധാരാളം ചോദ്യങ്ങൾ നമുക്കുണ്ട്. തുടർന്ന് നമുക്ക് അടുത്തൊരു ചോദ്യം നമുക്ക് എബനേസർ സാറിൽ നിന്ന് നമുക്ക് കേൾക്കാം. അദ്ദേഹം നല്ല ഒരു ചോദ്യമായിട്ടാണ് നമ്മളോടൊപ്പം ആയിരിക്കുന്നത്. എബനേസർ സാർ, ഒരു ഇടയൻ എന്ന നിലയിൽ, ഒരു പാസ്റ്റർ എന്ന നിലയിൽ നമ്മുടെ സഭയിലെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നമുക്ക് ഒത്തിരി സ്വപ്നങ്ങളുണ്ടാവും. മാതാപിതാക്കൾക്ക് സ്വപ്നങ്ങളുണ്ട്. പക്ഷെ ഒരു ഇടയൻ എന്ന നിലയിൽ ഒരു പാസ്റ്റർക്ക് ഉണ്ടാകേണ്ട സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ഉണ്ടാകുന്ന സ്വപ്നങ്ങൾ എന്തെല്ലാമായിരിക്കും? സജി സാർ. ഞാനിങ്ങനെ പറയും, ഹന്ന എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു ശാമുവേലിനെ രൂപപ്പെടുത്തിയെടുക്കണമെങ്കിൽ സാധാരണ അമ്മമാരെക്കാളും ഒത്തിരി വലിയ സ്വപ്നം ആ അമ്മയ്ക്കകത്ത് ആദ്യം ദൈവത്തിന് ഇംപ്ലാന്റ് ചെയ്യണമായിരുന്നു. ഞാൻ സാധാരണ പറയാറുണ്ട്, എൻ്റെ ദർശനത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെ ഒരളവ് ഇത്രയാണെങ്കിൽ എൻ്റെ ചർച്ചിലെ കുട്ടികളെ ആകട്ടെ മുതിർന്നവരെ ആകട്ടെ ഞാൻ ഫോം ചെയ്യുന്നതിൻ്റെ മാക്സിമം ഇത്രയേ വരത്തുള്ളൂ. പക്ഷേ എൻ്റെ ദർശനം അതിനേക്കാളും കൂടുതലാണെങ്കിൽ നമുക്കറിയാവുന്ന ഒത്തിരി ആൾക്കാർ കുട്ടികളെക്കുറിച്ച് ഭയങ്കര ദർശനം കണ്ടിട്ടുള്ള ആളുകളാണ്. അങ്ങനെയുള്ള ആളുകളാണ് കുട്ടികളെ ഭയങ്കരമായിട്ട് ഫോം ചെയ്തിട്ടുള്ളതും. നമുക്കറിയാവുന്ന നമ്മുടെ രാജ്യത്ത് തന്നെ വളരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന ലീഡേഴ്സ്, ഇല്ലെങ്കിൽ ലോകപ്രശസ്തരായ പല ലീഡേഴ്സ്, അവർക്ക് കുട്ടികളെക്കുറിച്ച് ഭയങ്കര സ്വപ്നങ്ങളുണ്ട്. അതിൻ്റെ കാരണം ഇന്ന് നമ്മൾ ഈ കാണുന്ന കുട്ടി, ആ കുട്ടിയുടെ ഒരു പശ്ചാത്തലത്തിൻ്റെ ഒരു പരിമിതിക്കകത്ത് ഇപ്പോൾ നിൽക്കുന്നത് നമുക്ക് തോന്നിയാലും ആ കുട്ടിയുടെ മുമ്പിൽ കൃത്യമായൊരു ഫോർമേഷൻ കിട്ടിയാൽ ആ കുട്ടി എത്രയായിരം പേരെ ഇമ്പാക്റ്റ് ചെയ്യുമെന്ന്
പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലത്തെ ഇപ്പോൾ ഉദാഹരണത്തിന് മോശ എന്ന് പറയുന്ന ഈ ഒരു കൊച്ചിൻ്റെ അകത്ത് ആ അപ്പനും അമ്മയും അവർക്കുണ്ടായിരുന്ന സ്വപ്നത്തെ, ദർശനത്തെ അങ്ങ് ഇംപ്ലാന്റ് ചെയ്തതുകൊണ്ട് ഒരു രാഷ്ട്രത്തിൻ്റെ രൂപീകരണവും അന്നത്തെ ലോകത്തിൽ ഏറ്റവും ശക്തമായ സാമ്രാജ്യത്തിനകത്തുനിന്ന് ഇസ്രായേലിൻ്റെ ഡെലിവറൻസ്, ഇത് ആ സ്വപ്നത്തിൻ്റെ അനന്തരഫലമായിരുന്നു. യാക്കോബ് തൻ്റെ പൈതലിൻ്റെ മേൽ ശരിക്കും തനിക്ക് മാനസാന്തരമുണ്ടായി, പേര് മാറി ദൈവത്തിൻ്റെ പ്രഭുകുമാരനായതിനു ശേഷം വളർത്താൻ അവസരം കിട്ടിയത് യോസേഫിനെയാണ്. അപ്പോൾ ആ യോസേഫിൻ്റെ അടുത്തേക്ക് യാക്കോബ് കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പാരൻറ്റിങ്ങിൻ്റെ എലിമെൻ്റ് സ്വപ്നമായിരുന്നു. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഈ ഭൂമിയുടെയും ഇവിടുത്തെ കെട്ടുപാടുകളുടെയും അപ്പുറത്തുള്ളൊരു ദർശനമായിരുന്നു. അത് ഈ കൊച്ചിനെ വിടാതെ പിന്തുടർന്നത്. പുത്തിപ്പേറിൻ്റെ ഭവനത്തിൽ അവനെ പ്രൊട്ടക്റ്റ് ചെയ്തു. കാരാഗ്രഹത്തിൽ ചെന്നപ്പം അവൻ്റെ മനസ്സിനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു. സ്വപ്നങ്ങൾ കാണുന്നവരായി അവനെ മാറ്റി. ഇപ്പം ഞാൻ ഇത്രയും കൂടെ പറയും, ഒരു ചർച്ചിലെ പാസ്റ്റർക്ക് ആ ചർച്ചിലെ കുട്ടികളെക്കുറിച്ച്, പ്രത്യേകിച്ച് ചില കുട്ടികളെക്കുറിച്ച് പ്രത്യേകിച്ചൊരു സ്വപ്നം ഉണ്ടെങ്കിൽ ആ ചർച്ചിനകത്ത് നിന്ന് സഭകളെ മാറ്റിമറിക്കുന്ന ശക്തരായ നേതാക്കൾ ആ കുട്ടികളുടെ ഇടയിൽ നിന്ന് രൂപപ്പെട്ടു വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ സ്വപ്നം കാണുന്ന പാസ്റ്റർമാരെയാണ് നമുക്ക് ആവശ്യം എന്ന പക്ഷക്കാരനാണ് ഞാൻ. താങ്ക് യു. മാത്യു വർഗീസ് സാറിന് അതിനകത്ത് നാട് ചെയ്യാനായിട്ട്. പ്രധാനമായിട്ടും ആത്മീയത എന്ന് പറയുന്നത് നമ്മുടെ സഭകളിൽ പ്രാർത്ഥന, പാട്ടുപാടുന്നത്, അല്ലെങ്കിൽ പ്രൈസ് ആൻഡ് വർഷിപ്പ്, സൺഡേ സ്കൂളിൽ വരുന്നത്, ഇതുകൊണ്ടൊക്കെയുള്ള ചർച്ചിനുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമായിട്ട് അതായി വരുന്നുണ്ട്. അതിലുപരി നമ്മൾ ഒരു സോഷ്യൽ ലെവലിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ നയിക്കണം. അതുപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ചർച്ച് അവരുടെ സെക്കൻഡ് ഹോം ആയിരിക്കണം. അതിനുവേണ്ടി സഭ നേതൃത്വം കൊടുത്ത് മാതാപിതാക്കളോട് സംസാരിച്ച് അവരുമായിട്ട് ഡീൽ ചെയ്യത്തക്ക വിധത്തിൽ നാം അതുപോലുള്ള കാര്യങ്ങൾ സഭകളിൽ തന്നെ ചെയ്യണം. പ്രത്യേകിച്ച് വേറൊരു കാര്യം പറയാനുള്ള സോഷ്യൽ സ്കിൽസ് നമ്മുടെ കുഞ്ഞുങ്ങളിൽ വളരത്തക്ക വിധത്തിൽ പല കാര്യങ്ങളും നമ്മൾ സഭയായിട്ട് ക്രമീകരിക്കേണ്ടതുണ്ട്. ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എനിക്ക് പ്രത്യേകിച്ച് മാത്യു സാറും സജി സാറും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ. നമ്മളൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിനെക്കുറിച്ച് നമുക്ക് സ്വപ്നങ്ങളുണ്ടെങ്കിലേ ആ കുഞ്ഞിനെ നമുക്ക് ആ നിലയിൽ ട്രെയിൻ ചെയ്യാൻ കഴിയത്തുള്ളൂ. നമ്മുടെ ചർച്ചിൽ വരുന്ന ഓരോ കുഞ്ഞുങ്ങളാണ് നമ്മുടെ നാളത്തെ സഭയുടെ ലീഡേഴ്സ്. അവരായിരിക്കാം ഓവർസിയർമാരായിട്ടും പ്രസിഡന്റുമാരായിട്ടും പ്രസ്ബിറ്റർമാരായിട്ടും ഡിസ്ട്രിക്ട് പാസ്റ്റർമാരായിട്ടും റിവൈവൽ പ്രീച്ചേഴ്സായിട്ടും ലീഡേഴ്സായിട്ടും ഒക്കെ മാറ്റപ്പെടുന്നത്. അപ്പം ആ സ്വപ്നമുണ്ടെങ്കിൽ അതിനൊരു നീഡ് അത് കണ്ടെങ്കിൽ മാത്രമേ നമുക്കവരെ ആ നിലയിൽ ട്രെയിൻ ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ. വളരെ മനോഹരമായ ഒരു ഡിസ്കഷൻ നമുക്ക് ലഭ്യമായി. ഒരു കൺക്ലൂഡിംഗ് വേർഡ്സ് നമുക്ക് ഡോക്ടർ നിസി ജേക്കബിൽ നിന്ന് കേട്ട് നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഡോക്ടർ നിസി ജേക്കബ്. നമ്മൾ ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു സ്വപ്നത്തിലേക്ക് എത്തുവാനും കുഞ്ഞുങ്ങളുടെ ഒരു ഇറ്റേണിറ്റിയുടെ ഒരു പെർസ്പെക്റ്റിൽ അവർക്കൊരു റോളുണ്ട്. ദൈവം അവർക്ക് വെച്ചിരിക്കുന്ന ഒരു പർപ്പസ് ഉണ്ട്. അത് അവർക്ക് തിരിച്ചറിയാൻ ഒത്തിരി എക്സ്പീരിയൻസസിലൂടെ അവർക്ക് കടന്നു പോകേണ്ടി വരും. അതിലവർക്ക് പരാജയങ്ങൾ കാണും. അതിലവർ ദൈവത്തെ തള്ളിപ്പറയുന്ന ചിലപ്പോൾ നിമിഷങ്ങൾ, അവരുടെ ജീവിതത്തിൽ വേദനകരമായിട്ടുള്ള ആഘാതങ്ങൾ വരുന്ന നിമിഷങ്ങൾ കാണും. ചിലപ്പോൾ വഞ്ചിക്കപ്പെടുന്ന നിമിഷങ്ങൾ കാണും. ഈ ഓരോ എക്സ്പീരിയൻസസിലൂടെയും ദൈവം അവരെ ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ആ ഷേപ്പിൽ ചർച്ചിൻ്റെ റോളെന്ന് പറയുന്നത് ഈ ഒരു സേഫ് ആയിട്ടുള്ളൊരു സെക്കൻഡ് ഹോമായിട്ട് മാറി അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത്. ഇപ്പോൾ പത്രോസിനെ നീ എന്നെ സ്നേഹിക്കുമോ എന്നൊരു ചോദ്യത്തിന് മുമ്പിൽ 3 പ്രാവശ്യം അവൻ കടന്നുപോയ ഒരു വഴികളുണ്ടല്ലേ. അതായത് അവൻ കർത്താവിനെ തള്ളിപ്പറഞ്ഞ നിമിഷമുണ്ട്, അവൻ്റെ അറിവില്ലായ്മയിൽ ചെയ്ത ചില തെറ്റുകളുണ്ട്, കാത് മുറിച്ച് കളഞ്ഞ ആ നിമിഷം അവനെ ആ ഒരു തെറ്റിൽ നിന്ന് അവനെ ഹൈഡ് ചെയ്ത് ആ ഒരു ഹീലിംഗ് കൊടുത്ത് ആ ഒരു പ്രശ്നം അവന് പിന്നീട് അവൻ്റെ മിനിസ്ട്രിക്ക് ബാധ്യമാകാത്ത രീതിയിൽ ആ പ്രശ്നത്തെയും അവൻ മൂലം ഉണ്ടായ ആ വ്യക്തിയെയും രക്ഷിച്ചുകൊണ്ട് അവനെ ഹൈഡ് ചെയ്യുന്നു. തള്ളി പറയുമ്പോൾ അവനെ ചേർത്ത് പിടിക്കുന്ന ഒരു സ്നേഹം, പിന്നീട് ഇത് വേണ്ട എന്ന് പറഞ്ഞ് പിൻവാങ്ങി പോകുമ്പോഴും ചേർത്ത് നിർത്തുന്നു. ഇതിലെല്ലാം കർത്താവ് ചേർത്ത് നിർത്തിയാണ് ആ സ്നേഹം പ്രകടിപ്പിച്ചത്. ഇതുപോലെ നമ്മളുടെ സഭ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്ന ഓരോ താഴ്ചയിലും വീഴ്ചയിലും നമുക്കൊന്ന് ചേർത്ത് പിടിച്ച് കർത്താവിനെ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും അവർ കർത്താവിനെ സ്നേഹിച്ചു തുടങ്ങും. കർത്താവ് സ്നേഹത്തിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് നമ്മളിലൂടെ പ്രത്യക്ഷമാക്കുന്നു. താങ്ക് യു ഡോക്ടർ നിസി ജേക്കബ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ആവശ്യമാണ്, കുഞ്ഞുങ്ങളിലേക്ക് എത്തുക എന്നുള്ള ഒരു നീഡ് നമ്മൾ മനസ്സിലാക്കി. ഇനിയും നമുക്ക് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തീകരിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടുന്ന വിഷയം
ശിഷ്യത്വത്തെക്കുറിച്ചാണ്, അല്ലെ ഡിസിപ്ലിനെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടുന്നിടം വരെയും ബൈ, ഗോഡ് ബ്ലെസ് യു.